ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ SCRT ചാപ്റ്റർ ആയിട്ടുള്ള വിത്തിനുള്ളിലെ ജീവനും അതുപോലെ പുതിയ ടെസ്റ്റിലെ ജീവനുള്ള വിത്തുകളും എന്നതാണ്. കണ്ടന്റ് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂ ആൻഡ് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വിത്തിനുള്ളിലെ ജീവൻ, ജീവനുള്ള വിത്തുകൾ. വിത്ത് മുളയ്ക്കാൻ ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് വായു, ജലം, അനുകൂല താപനില. ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ വായു, ജലം, അനുകൂല താപനില. എന്നാൽ വിത്ത് മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, മണ്ണ്, ജലം. വിത്ത് മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ സൂര്യപ്രകാശം, മണ്ണ്, ജലം എന്നിവയാണ്. അതായത് വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം, മണ്ണ്, വളം എന്നീ ഘടകങ്ങൾ എന്താണ്? നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും എന്താണ്? വ്യത്യസ്തമാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബീജാങ്കുരണം അല്ലെങ്കിൽ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരും. ആ ഒരു പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ വിത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിത്തിലെ സൂക്ഷ്മദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ ഫലമായിട്ട് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി വിത്തിനുള്ളിലെ ഭ്രൂണം ശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? വിത്ത് മുളയ്ക്കുമ്പോൾ വിത്തിലെ സൂക്ഷ്മദ്വാരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. അതിൻ്റെ ഫലമായിട്ട് വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സുകളാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ഏതാണ്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിളാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് പിന്നീട് വേരുകളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇതിൽ തന്നിട്ടുണ്ട് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിളിൻ്റെ ചിത്രം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ നമ്മൾ ബീജശീർഷം അല്ലെങ്കിൽ പ്ലൂമ്യൂൾ എന്ന് വിളിക്കുന്നു. ബീജശീർഷം വളർന്ന് പിന്നീട് കാണ്ഡം അല്ലെങ്കിൽ സ്റ്റെം ആയി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രത്തിൽ തന്നിട്ടുണ്ട് നമ്മുടെ ബീജശീർഷം അല്ലെങ്കിൽ പ്ലൂമ്യൂൾ വളർന്ന് സ്റ്റെം ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ബീജപത്രം അല്ലെങ്കിൽ കോട്ടലിടം എന്ന് വെച്ചാൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ അവർക്ക് എന്താണ്? ആഹാരം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ആഹാരം അവർക്ക് ലഭിക്കുന്നത് അവരുടെ തന്നെ ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിടലിൽ നിന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പയർ സസ്യത്തിൻ്റെയും ചോളത്തിൻ്റെയും 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവയ്ക്ക് 2 പേർക്കും 2 തരത്തിലുള്ള ബീജപത്രമാണ് ഉള്ളത്. അതായത് പയറിന് 2 ബീജപത്രങ്ങളും ചോളത്തിന് ഒറ്റ ബീജപത്രമാണ് ഉള്ളത്. അങ്ങനെ ഒറ്റ ബീജപത്രമായിട്ടുള്ള സസ്യങ്ങൾ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം എടുക്കുന്നത് അവരുടെ തന്നെ ബീജാനത്തിൽ നിന്നാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ചിത്രം കണ്ടാൽ നമുക്കത് മനസ്സിലാകാം. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറയുന്നേ ഉള്ളൂ. വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ സീഡ് ജെർമിനേഷൻ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും. ബീജമൂലം ചെടിയുടെ വേരായാണ് മാറുന്നത്. എന്നാൽ ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് പിന്നീട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതി വെച്ച ആഹാരമാണ് ഈ വളരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതനമായിട്ടുള്ള കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ എന്താണ്? മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന പുതിയ കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൃഷിരീതിയിൽ മണ്ണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പോഷക ലായനി. ആ പോഷക ലായനിയിലാണ് എന്ത്? സസ്യങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന ഒരു
നൂതനമായിട്ടുള്ള കൃഷിരീതിയാണ്. ഇവിടെ മണ്ണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പോഷകലായനി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. വിത്തിൽ നിന്നല്ലാതെയും സസ്യങ്ങൾ എല്ലാം തന്നെ വിത്ത് മുളച്ചല്ല ഉണ്ടാകുന്നത്. സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളും മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ചെമ്പരത്തി, നിശാഗന്ധി, കൃഷ്ണകിരീടം, ഇലമുളച്ചി എന്നിവ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിളും കൂടെ വെച്ചിട്ട് ഓരോ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിത്തിൽ നിന്നുണ്ടാകുന്ന സസ്യങ്ങൾ നെല്ല്, ഗോതമ്പ്, വെണ്ട, പയർ, വെള്ളരി, മത്തൻ. ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, വെണ്ട, പയർ, വെള്ളരി, മത്തൻ. ഇനി തണ്ട് മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് നന്ദ്യാർവട്ടം, മരച്ചീനി, കരിമ്പ്, റോസ, മുരിങ്ങ, ചെമ്പരത്തി. തണ്ട് മുളച്ചുണ്ടാകുന്നത് ഏതൊക്കെയാണ്? നന്ദ്യാർവട്ടം, മരച്ചീനി, കരിമ്പ്, റോസ, മുരിങ്ങ, ചെമ്പരത്തി. അടുത്തത് ഇല മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രയോഫില്ലം അല്ലെങ്കിൽ ഇലമുളച്ചി, ബിഗോണിയ, നിശാഗന്ധി, നിലപ്പന. ബ്രയോഫില്ലം അല്ലെങ്കിൽ ഇലമുളച്ചി, ബിഗോണിയ, നിശാഗന്ധി, നിലപ്പന. അടുത്തത് വേര് മുളച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ചന്ദനം, ആഞ്ഞിലി, വേപ്പ്, ശീമപ്ലാവ്. ചന്ദനം, ആഞ്ഞിലി, വേപ്പ്, ശീമപ്ലാവ്. ഈ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് പറയാം. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം. വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്. വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്ക് എന്താണ്? വളരുന്നതിനാവശ്യമായിട്ടുള്ള മണ്ണും ജലവും സൂര്യപ്രകാശവും ധാതുലവണങ്ങളൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് വിത്തുകൾ പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലൂടെ ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നത് വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് മഹാഗണി, വെണ്ട, തെങ്ങ്, അത്തിപ്പഴം തിന്നുന്ന പക്ഷികൾ, കാശിത്തുമ്പ എന്നിവയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിത്ത് ആ ഒരു സസ്യത്തിൻ്റെ തന്നെ ചുവട്ടിൽ കിടന്നെന്നും പറഞ്ഞ് എന്താണ് അവയ്ക്ക് ധാതുലവണങ്ങളോ സൂര്യപ്രകാശമോ വെള്ളമോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ദൂര സ്ഥലങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിത്ത് വിതരണ രീതികളുണ്ട്. ഇനി ആ വിത്ത് വിതരണ രീതിയാണ് നമുക്ക് നോക്കേണ്ടത്. വിത്ത് വിതരണത്തിൻ്റെ രീതി, സസ്യം, വിത്തിനുള്ള അനുകൂലനങ്ങൾ. ആദ്യത്തെ വിത്ത് വിതരണത്തിൻ്റെ രീതിയാണ് കാറ്റ് വഴി. അവിടെ അപ്പൂപ്പൻ താടിയും മഹാഗണിയും ഉൾപ്പെടുന്നു. അപ്പൂപ്പൻ താടിയുടെ വിത്തിന് വളരെ ഭാരം കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകും. ഇനി മഹാഗണിയിലാണെങ്കിലോ അവയ്ക്ക് ചിറകു പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇവ കാറ്റ് വഴി വേഗം തന്നെ വിത്ത് വിതരണം നടത്താറുണ്ട്. അടുത്തത് ജലം വഴിയുള്ള വിത്ത് വിതരണമാണ്. അതിനുദാഹരണമാണ് തെങ്ങ്. തെങ്ങിലെ തേങ്ങയിൽ തൊണ്ടും ചകിരിയും ഒക്കെ എന്താണ്? വെള്ളം ഉള്ളിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചകിരിയിലെ വായു അറകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായി എപ്പോഴും സഹായിക്കുന്നു. അടുത്തത് ജന്തു വഴിയുള്ള വിത്ത് വിതരണത്തിൻ്റെ രീതിയാണ്. അതിനുദാഹരണമായിട്ട് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് എന്നിവയൊക്കെ ഉണ്ട്. ഇവരുടെ വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്തുകൾ, പശ, കൂർത്ത ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ജന്തുക്കൾ രുചിയുള്ള ഫലങ്ങൾ കൊണ്ടുപോയി ഭക്ഷിച്ചിട്ട് വിത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലൂടെ ജന്തുക്കൾ വഴിയും വിത്ത് വിതരണം സാധ്യമാക്കുന്നുണ്ട്. അടുത്തത് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നവ. ഉദാഹരണമായിട്ട് വെണ്ടയും കാശിത്തുമ്പയും. ഉണങ്ങി പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ആവരണമാണ് ഇവർക്കുള്ളത്. വിത്തുകൾ പൊട്ടിത്തെറിച്ച് അകലേക്ക് തെറിച്ച് വീഴുന്നതും ഇങ്ങനെയുള്ള സസ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഒന്ന് നോക്കി വച്ചേക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കടൽ കടന്നെത്തിയ അതിഥികൾ. കാർഷിക വിളകൾ അവയുടെ ജന്മദേശം. അപ്പോൾ കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി ഇവയുടെയൊക്കെ ജന്മദേശം ഏതാണ്? അമേരിക്ക. ഏതൊക്കെയാണ്? കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഏതാണ് ജന്മദേശം? അമേരിക്ക. അടുത്തത് തേയില, ചൈന. ക്യാബേജ്, യൂറോപ്പ്. റബ്ബറും കശുമാവും, ബ്രസീൽ. അപ്പോൾ റബ്ബറും കശുമാവും ബ്രസീൽ, ക്യാബേജ് യൂറോപ്പ്, തേയില ചൈന. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അടുത്തത് ഇലകളിലെ വൈവിധ്യം. ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരകൾ കാണാം. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണി പോലെ കിടക്കുന്നതിനെയാണ് ജാലികാസിര വിന്യാസം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റഡ് വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രധാന സിരയുണ്ട്. അതാണ് ഈ ഒരു ചിത്രത്തിൽ കാണപ്പെടുന്നത്. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണി പോലെ കിടക്കുന്നതിനെയാണ് ജാലികാസിര വിന്യാസം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് സമാന്തര സിര വിന്യാസം അല്ലെങ്കിൽ പാരലൽ വീനേഷൻ എന്തെന്ന് നമുക്ക് നോക്കാം. ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തുന്നവയാണ് സമാന്തര സിര വിന്യാസം അല്ലെങ്കിൽ പാരലൽ വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ജാലികാസിര വിന്യാസവും അതുപോലെ തന്നെ സമാന്തര സിര വിന്യാസവും നൽകിയിട്ടുണ്ട്. സമാന്തര സിര വിന്യാസത്തിൽ എന്താണ്? അവയുടെ സിരകളൊന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ നമ്മുടെ ജാലികാസിര വിന്യാസത്തിൽ പരസ്പരം സിരകളെല്ലാം തന്നെ കൂട്ടിമുട്ടുന്നുണ്ട്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരു പടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇപ്പം കാണ്ഡം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരിൻ്റെ ഒരു പടലമാണ് തായ്വേര് പടലം എന്ന് വിളിക്കുന്നത്. നമ്മുടെ മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേര് പടലം കാണാൻ സാധിക്കും. അപ്പോൾ പ്ലാവിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേര് പടലമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചിത്രവും താഴെ തന്നെ നൽകിയിട്ടുണ്ട്. പുൽച്ചെടികളിൽ നാരുവേര് പടലവും എന്നാൽ പ്ലാവിൽ തായ്വേര് പടലം ആണ് കാണപ്പെടുന്നത്. ഇങ്ങനെയും ചില വേരുകൾ സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര് അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ സ്ലിറ്റ് റൂട്ട്, പറ്റുവേര് അല്ലെങ്കിൽ ക്ലിങ് റൂട്ട് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. ഇതിൽ താങ്ങുവേരും പൊയ്ക്കാൽ വേരുകളും കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ശ്വസന വേരുകൾ? വാതകങ്ങളുടെ വിനിമയത്തിന് വേണ്ടിയാണ് കണ്ടൽ ചെടികളിൽ ശ്വസന വേരുകൾ കാണപ്പെടുന്നത്. ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നവയാണ്. ഇവ നേരത്തെ പറഞ്ഞ പോലെ വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ടാണ് ഇവ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ താങ്ങുവേരുകൾ, പൊയ്ക്കാൽ വേരുകൾ, പറ്റുവേരുകൾ, ശ്വസന വേരുകൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര്, ശ്വസന വേരുകൾ. അപ്പോൾ ഇത് ഒന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതോടെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഓപ്ഷൻ എ ബീജമൂലം, ഓപ്ഷൻ ബി ബീജശീർഷം, ഓപ്ഷൻ സി ബീജപത്രം, ഓപ്ഷൻ ഡി ബീജാങ്കുരണം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ബീജമൂലമാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് എന്തായിട്ട് മാറുന്നു? വേരായി മാറുകയും ചെയ്യുന്നു. ഇനി ബീജശീർഷം എന്ന് വെച്ചാൽ എന്താണ്? അവ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ബീജശീർഷം വളർന്ന് കാണ്ഡമായും മാറുന്നു. അടുത്തത് നമുക്ക് 2ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അതിലൊന്നാമത് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ശരിയാണോ? ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷമാണ്. ശരിയല്ലേ ഇത്? അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് ബീജമൂലം വളർന്ന് കാണ്ഡമായിട്ട് മാറുന്നു. അത് ശരിയാണോ? അല്ലല്ലേ. ബീജശീർഷമാണ് വളർന്ന് എന്തായിട്ട് മാറുന്നത്? കാണ്ഡമായിട്ട് മാറുന്നത്. അപ്പോൾ ബീജമൂലമോ? ഈ ബീജമൂലം വളർന്ന് എന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണ് മാറുന്നത്. അടുത്തത് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ എവിടെ നിന്നാണ് ആഹാരം എടുക്കുന്നത്? അവരുടെ തന്നെ ബീജപത്രത്തിൽ നിന്ന്. അത് ശരിയല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1ഉം 3ഉം.
എന്തുകൊണ്ടാണ് തെറ്റായതെന്ന് അറിയാലോ. ബീജമൂലം വളർന്ന് വേരായും ബീജശീർഷം വളർന്നും കാണ്ഡമായിട്ടാണ് മാറുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് വായിച്ച് നോട്ടുകൾ എഴുതുക.